Guys, welcome to back my YouTube channel Mr. Tornadox. പണ്ട് മിസ്റ്റേക്ക് ഇടലുണ്ടായിരുന്നു. ഇപ്പോൾ ടൊർണഡോക്സ് ആക്കി ഇൻസ്റ്റാഗ്രാമിലെ പേര് നമ്മൾ ചെയ്താക്കി. അപ്പോൾ ന്യൂതൽ ടൊർണഡോക്സ് ആണ്. അപ്പോൾ കുറേ നാളത്തിന് ശേഷം എല്ലാവർക്കും ബിഗ് വെൽക്കം. കുറേ നേരം ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും റീഓപ്പൺ ചെയ്തു. അതിനൊരു കാരണമുണ്ട്, ഒക്കെ ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ് എൻജിനീയറായിട്ട്. എംബസിയിൽ ഒരു വേറെ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് അവിടെ പോകുന്നു. അവിടുത്തെ ഫുൾ കാഴ്ചകളും എൻ്റെ ജോലി എന്താണ്, ഞാൻ എന്താണെന്നുള്ള കാഴ്ചകളും ഫുള്ള് A to Z. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. പോരുക, കാണുക. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. സത്യം പറഞ്ഞാൽ ഡ്യൂട്ടിക്കൊന്നും പോകാൻ വിചാരിച്ചല്ല, പക്ഷെ ഇങ്ങനത്തെ വയ്യായിരുന്നു. പോയി ഞാൻ റെഡിയാവില്ല. ഇയർഫോൺ, പെൻ, ID കാർഡ്, ഇതില്ലെങ്കിൽ നമുക്ക് ടെക് പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ പോണ കാഴ്ചകൾ കാണാം ഗൈസ്. ബൈ. ഇതാണ് എൻ്റെ വണ്ടി. ഇതെൻ്റെ വണ്ടിയുടെ താക്കോല്. ഇത് കമ്പനി എനിക്ക് വേണ്ടി തന്ന വണ്ടി. എനിക്ക് വേണ്ടി ഇത് എല്ലാവർക്കും കൂടിയാണ്, ബട്ട് ഉപയോഗിക്കുന്നത് ഞാൻ മാത്രമാണ്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ഫുൾ പടക്കുതിര. ഇതിലാണ് നമ്മൾ സൈറ്റിലേക്ക് പോകുന്നത്. പോകുന്ന കളിച്ച് കാണാം. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്ക്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പുറത്ത് ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പോകണം, ചെക്ക് ചെയ്യണം, പണികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, തിരിച്ചു പോകണം. ഞാൻ സത്യം പറഞ്ഞ ഇത്ര നാൾ വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ബിസിയായിരുന്നു. അപ്പോൾ ഗ്ലോയിങ് ബാംഗ്ലൂർ, ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. ആ കാണുന്നതാണ് എൻ്റെ ബിൽഡിങ്. ഞാൻ അവിടെയാണ് ഇറക്കുന്നത്. ഇതാണ് നമ്മുടെ എംബസി, മാനിത ടെക് പാർക്ക്. എംബസി എന്ന് പറഞ്ഞിട്ട് കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ്. ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടൊരു 4-5 മാസത്തോളം, 5 8-9 മാസത്തോളമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ ശരിക്കും എൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ എംബസി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, ഇതിൽ ഒരു സബ് കോൺട്രാക്ട് എടുക്കുന്ന കമ്പനിയുണ്ട്, CA കൺസ്ട്രക്ഷൻസ്. അത് എംബസിയുടെ മെയിൻ വർക്കുകളെല്ലാം എടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ അവരുടെ വർക്ക് എടുക്കുക, ചെയ്യുക. ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. ആ ഒരു ബ്ലോക്കിൻ്റെ ഫുള്ള് ഇൻചാർജ് ഞാനാണ്. അപ്പോൾ അങ്ങനെയാണ് വർക്ക് ചെയ്ത് വരുന്നത്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് പ്ലാസ്റ്ററിങ് വർക്ക്, പ്ലാസ്റ്ററിങ് വർക്ക് മീൻസ് തേപ്പ് വർക്ക്, തേപ്പ്, ഫുൾ ബിൽഡിംഗ് പെയിൻറ്റിങ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ വർക്കുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തു വരുന്നത്. ഇപ്പം ഞാൻ ഇത്ര നാളായിട്ട് വീഡിയോ ഒന്നും ഇടാനത് ഒരു കാര്യമുണ്ട്. ഒന്ന്, വർക്ക് ജോലി ഒരു മെച്ചം ആയിട്ടില്ല, ഇപ്പോഴാണ് ഒന്ന് സെറ്റിൽഡായി വരുന്നത്. പിന്നെ എൻ്റെ ഞാൻ അന്ന് പണ്ട് വീഡിയോ ഇട്ടിരുന്ന ഫോണ് കേടായി. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഫോൺ കയ്യിൽ കിട്ടി, വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ വേറൊരു മെയിനായിട്ടൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, തമീസ് എന്ന് പറഞ്ഞിട്ട്. അവനൊരു ദിവസം ഒരു വീഡിയോ വെച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇത് കണ്ടിന്യൂ ചെയ്യും, നീ ഇത് റീഓപ്പൺ ചെയ്യും. കുറേ നാളായി നിർത്തിയിട്ട്, ഏകദേശം 3 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ റീഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനും അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു. നല്ല ഫോണുണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, അപ്പോൾ അത് വലിയ വർക്കും ഇല്ല, തിരക്കും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് റീഓപ്പൺ ചെയ്തുകൂടാ? അപ്പോൾ ഞാൻ കാണിച്ചത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഈ വൈറ്റ് സിമെൻറ്റ് അടിച്ച ഭാഗങ്ങളുണ്ടോ, ഈ പെയിൻ്റ് അടിച്ച ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തതാണ്. ടേസ്റ്റാണ്. ഇത് ഫുള്ള് ഇതാക്കി കഴിഞ്ഞ് ഇതുപോലെ ബ്രൂം ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ ആക്കുക, സെറ്റപ്പ് ആക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് വന്നിട്ടുള്ള വർക്ക്. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത്
ഈ കാണുന്ന ബാൽക്കണിയിൽ ഫുൾ ടൈൽ വർക്ക്. ഇതുപോലെ ഒരു ഫ്ലോറിൽ ഒരു ഏകദേശം ഒരു 6-7 ബാൽക്കണി ഉണ്ട്. പിന്നെ ഹാൻഡ് റെയിൽ വർക്ക്. ഇത് നമ്മുടെ വർക്കിൻ്റെ പൈപ്പുകളാണ് എടുക്കുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള അറ്റ്മോസ്ഫിയർ. ഇറ്റ് ബാംഗ്ലൂർ. ഇതാണ് ബാംഗ്ലൂർ. എത്ര കുടുംബങ്ങളാ. രക്ഷപ്പെടണോ, ജീവിക്കണം എന്ന് വെച്ചാൽ ഇവിടെ വന്നോ ജീവിക്കാം, നശിക്കണം എന്ന് വെച്ചാൽ വന്നോ നശിക്കാം. ഏറ്റവും അടിപൊളി സ്ഥലമാണ്. ഞാൻ സൈറ്റിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ഇന്ന് കാണിച്ചു തരാം. ഇന്ന് ഫുൾ ഫ്രീ ആണ്. സത്യം പറഞ്ഞാൽ ഞാനും വെറുതെ വന്നതാണ്. എന്നാൽ എനിക്ക് കുറച്ച് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ച് കുറച്ച് നേരം വൈകി സൈറ്റ് ഒന്ന് നോക്കിയിട്ട് സൈറ്റ് കൂടെ ആളുണ്ട്, നമ്മുടെ സേഫ്റ്റി ഉണ്ട്, അപ്പോൾ അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവനൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും സൈറ്റ് ഫ്ലോറൊക്കെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. വേറെ വർക്കുമില്ല. സോ നമ്മൾ എക്സ്റ്റീരിയർ, അതായത് തൂങ്ങിക്കിടുന്നുണ്ട് പെയിൻ്റ് അടിക്കുന്ന പരിപാടി എൻ്റെ ഇവിടെ കാണിച്ചു തരാം. വരൂ. ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ റിസപ്ഷൻ. ഇതിൻ്റെ അപ്പുറത്താണ് ഇനി നമ്മുടെ മറ്റേ ടെക്സ്ചർ വർക്കിൻ്റെ പെയിൻറ്റിങ് കിടക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിസപ്ഷൻ കാണിച്ചു തരാം. ഓക്കെ, സെക്യൂരിറ്റി ഉണ്ടോയെന്നറിയില്ല. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സീനാണ് കാണിച്ചു തരാനായിട്ട്. നോക്കട്ടെ, ആളുണ്ട്. ഓക്കെ, ആണ് ഞാൻ പറഞ്ഞ ടെക്സ്ചർ വർക്കിൻ്റെ പെയിൻറ്റ്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും എല്ലാ ബിൽഡിങ്ങിലും ഇവിടെയും ഫുള്ള് ടെക്സ്ചർ വർക്ക്. കൂട്ടിയ അവിടെ കോഫിയൊക്കെ കിട്ടും ആ ഒരു ഏരിയയിൽ. ഈ ഗ്ലാസിൻ്റെ പുറത്തൊക്കെ നമ്മൾ ചെയ്താട്ടോ, ഇവിടെ തൊട്ട് ആറ്റം വരെ. അവിടെ ബുദ്ധനുണ്ട്, യോഗ. ഇതാണ് നമ്മുടെ ബിൽഡിങ്. വേറെ ഒന്നും ഉണ്ടല്ല, നമുക്ക് അവിടെ വീഡിയോ ഫോട്ടോ അധികം എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്ന സെക്യൂരിറ്റീസ് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ വന്ന് വിസിലടിക്കും, നമ്മളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ പരിപാടി സ്റ്റോപ്പ് ചെയ്യാൻ പറയും, ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇനി ഒരു ദിവസങ്ങൾ മൊത്തം ഞാൻ അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിലിൽ ഇടുന്നതായിരിക്കും. ജസ്റ്റ് ഒരു തുടക്കം മാത്രമായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവരും ഒപ്പം കട്ടയൊക്കെ കൂടി ഉണ്ടാവുക. പുതിയ ബാംഗ്ലൂർ വീഡിയോസ്. അത് ഗൈസ്, ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് സൈറ്റിൽ നിന്ന് വിട്ട് പറയുകയാണ്. തിരിച്ച് റൂമിൽ പോവുക, ഫുഡ് കഴിക്കുക, ഇവിടെ നിന്ന്. ഇവിടെ കുറേ സൈറ്റുകളുണ്ട് കേട്ടോ. നമുക്കിവിടെ കുറേ വർക്കുകൾ പോകുന്നുണ്ട്. എനിക്കിവിടെ മാത്രമേ പോകുന്നുള്ളൂ, വേറെ അധികം പോകണ്ട. കുറേ ബിൽഡിങ്ങുകളുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്ന് നിൽക്കുമ്പോൾ ഇതൊരു ശരിക്കും ഒരു വിചാരിക്കാത്തൊരു സ്ഥലത്തിൻ്റെ പോലെയാണ്. ഞാൻ നേരത്തെ കോട്ടിയാടി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഔട്ടറാണുള്ളത്. നല്ല അടിപൊളിയായിട്ട് മാനിത ടെക് പാർക്ക്. ഇതാണ് മാനിത ടെക് പാർക്ക്. ഇവിടുത്തെ ഫ്രണ്ട് ഗേറ്റും ഉണ്ട്. ഫ്രണ്ട് ഗേറ്റിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, കാരണം ഞാൻ എൻ്റെ റൂം എന്ന് പറയുന്നത് ബാക്ക് ഗേറ്റിൻ്റെ അവിടെയാണ്. സോ ഞാൻ ബാക്ക് ഗേറ്റ് വഴിയാണ് പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ഞാൻ പണ്ട് വർക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ ഇനിയും കുറേ വിശേഷങ്ങളുമായി വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗൈസ്.